ആട് 3 സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 മിനിറ്റിൻ്റെ അടുത്തുള്ള ഒരു ട്രെയിലറാണ്. ഒന്നും പറയാനില്ല, നല്ല കിടിലനായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ആ ഒരു പണ്ടത്തെ പോർഷനൊക്കെ എങ്ങനെ വരുമെന്നുള്ളത്. പക്ഷേ ട്രെയിലർ കാണുമ്പോൾ അത്യാവശ്യം നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ട്രെയിലറായിട്ട് തന്നെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചു പഴയ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണിക്കുന്നതെന്ന് ആദ്യം കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പാപ്പനും പിള്ളേരും പണ്ടത്തെ പോലെ തന്നെ മണ്ടത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നടക്കുവാന്നാണ് കാണിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർക്ക് എന്തോ ഒരു സംഭവമുണ്ട്, അതാണെങ്കിൽ നേടാൻ സാധിച്ചില്ല പണ്ടത്തെ കാലഘട്ടത്തിൽ. അതപ്പം അതിൻ്റെ ഇതായിട്ടാണ് പാസ്റ്റും പ്രസൻറ്റും കണക്റ്റായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. എന്തോ ഒരു കാര്യം തേടിയാണ് നമ്മുടെ വിനായകനും കൂട്ടരും ഒക്കെ വരുന്നത്. എന്തായാലും ട്രെയിലർ കിടിലനായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിലാണെങ്കിൽ നല്ല വൈബുണ്ട്. നമുക്ക് ആ ഒരു പണ്ട് കുറേ നാളായി മലയാളത്തിൽ ഇതുപോലെ ഒരു സിനിമ വന്നിട്ട്. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. കിടിലം നല്ല വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. എന്തായാലും മാർച്ച് 19 മലയാളികളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഷാജി പവനും പിള്ളേരും ആയിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. തിയേറ്റർ കത്തിക്കാനുള്ള ഐറ്റം ഉണ്ടെന്നുള്ളത് കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. എന്തായാലും ട്രെയിലർ കിടുക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസിങ് ആയി കിടിലനായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.